നമസ്കാരം. എല്ലാ ഭക്തജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ഇന്ന് പറയാൻ പോകുന്നത് രാഹുവിൻ്റെയും ശനിയുടെയും വേഴത്തിൻ്റെയും ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി മാറ്റങ്ങളെ കൊണ്ട് ചിങ്ങക്കൂറുകാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെയാണ്. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വില പിടിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ജ്യോതിഷ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജന്മതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അയച്ചു തരണം. ഫോണിൽ കൂടെ വിളിച്ച് ചോദിച്ചാൽ പെട്ടെന്ന് ഇതൊന്നും പറയാൻ പറ്റില്ല. വാട്സപ്പിൽ മെസ്സേജായിട്ട് ഇടണം. ഫീസും അടയ്ക്കണം. മകം, പൂരം, ഉത്രത്തിൻ്റെ കാല് വരെയുള്ള ചിങ്ങക്കൂറുകാർക്ക് ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടുള്ള ഗുണദോഷങ്ങളായ ഫലങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ശനി 7, രാഹു 8, വേഴൻ 10ലാണ്. അപ്പോൾ 10 വേഴൻ നിൽക്കുന്ന സമയം നല്ലതാണ്. 10 എന്ന് പറയുന്നത് നമ്മുടെ ജോലി, ഉദ്യോഗം, അധികാരം, പ്രതാപം, വീട്, വസ്തുവൊക്കെയാണ്. ദേവാലയം, അമ്പലം വയ്ക്കാൻ യോഗം, നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി, ഇവിടെ നിന്നൊക്കെ നമുക്ക് സഹായം കിട്ടാൻ, ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടാൻ, ഉള്ള പ്രവൃത്തിയിൽ പ്രമോഷൻ, നല്ല ഉയർച്ച, ഇതൊക്കെ കിട്ടാൻ, അവരുടെ തൊഴിലുകളുടെ ചെറിയ ഒരു ജോലി ചെയ്ത് കൃഷിയായിരുന്നാലും, നാൽക്കാലിയായിരുന്നാലും, ബിസിനസ്സായിരുന്നാലും, ഏജൻസി ആയിരുന്നാലും അവരുടെ പ്രവൃത്തി വളരെ കാര്യമായ രീതിയിൽ വിജയിച്ച് നേടാനും അഭിവൃദ്ധി കിട്ടാനുമൊക്കെ യോഗമുള്ള സമയമാണ്. പ്രവൃത്തി മെച്ചം പിടിച്ചാൽ നമുക്ക് സാമ്പത്തിക ഉയർച്ച കിട്ടും. ആ സാമ്പത്തിക ഉയർച്ചയിൽ നിന്നും കടങ്ങൾ തീർക്കാൻ പറ്റും. തടസ്സങ്ങൾ വന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ നേടിക്കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതിയിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലപരമായ സഹായങ്ങൾ കിട്ടാനും, ലൈസൻസൊക്കെ കിട്ടാനും, വിദ്യാ നേട്ടങ്ങൾ കിട്ടാനും, ഉദ്യോഗ നേട്ടങ്ങൾ കിട്ടാനും, വ്യാപാര പ്രവൃത്തി നേട്ടങ്ങൾ കിട്ടാനും, മാർഗം വഴിവെട്ടിക്കാനും, ആലയം വീട് വയ്ക്കാനും, സർവകർമാണി എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ, സ്വപ്നം കണ്ടിട്ടുണ്ടോ, ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യഥാർത്ഥമാക്കാൻ, സന്താനങ്ങൾക്കും ജോലിയും പൈസയും കിട്ടാനും, ഉള്ള മക്കൾക്ക് നല്ല അധികാരവും ഐശ്വര്യം കിട്ടാനും, അവരുടെയൊക്കെ പ്രീതി സഹായമൊക്കെ കിട്ടാനും, നമ്മളെ പ്രീതി അവർക്ക് കിട്ടാനും ഒക്കെ സന്താനങ്ങളെ കൊണ്ട് നമുക്ക് നല്ല സന്തോഷവും സൗഭാഗ്യവും ഒക്കെ കിട്ടാനും യോഗമുണ്ട്. ഈ വേഴമാറ്റം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. എന്നാൽ ശനി 7 നിൽക്കുന്ന സമയം നമുക്ക് ചിങ്ങക്കൂറുകാർക്ക് ശനി സ്വക്ഷേത്രത്തിൽ കുംഭം രാശിയിലാണ് വരുന്നത്. അപ്പം ജാതകത്തിൽ നമ്മൾ ജനിച്ച ലഗ്നത്തിൻ്റെയോ കൂറിൻ്റെയോ 7 ശനി സ്വക്ഷേത്രം, ഉച്ചം, മൂലക്ഷേത്രം മുതലായ രാശികൾ ബലവാനായിട്ട് നിൽക്കുമ്പോഴാണ് ശസ്യ മഹായോഗം എന്ന് പറയുന്ന ഒരു രാജയോഗം വരുന്നത്. ആ രാജയോഗം നമുക്കുണ്ട്. ശനി മാറുന്നത് വരെ, കുംഭം രാശി നിൽക്കുന്നത് വരെ. 2025 മാർച്ച് അവസാനം വരെ ശനി നമുക്ക് ആ കുംഭം രാശിയിലുണ്ട്. അപ്പോൾ ശനി ദശയിൽ ശനിയുടെ ശശയോഗം കൊണ്ട് സസ്താ സർവ ജനൈസു ഹൃത്യ ബലവാൻ രാമാദിവോ വാ നൃപോ ദാദാ കുടുംബശ്രിയാഹ ഉത്കൃഷ്ടഗുണോധനീ സുധവധു ഭാഗ്യാന്വിതോ വർദ്ധിതോ സജ്ജന ബഹുമാനം. കൃത്യബലവാന്ന് വെച്ചാൽ തൊഴിലാളികളെ കൊണ്ടുപോലും പ്രവർത്തിപ്പിച്ച് ആദായം വർദ്ധിപ്പിക്കുന്ന ഏജൻസിയും ബിസിനസ്സും കോൺട്രാക്റ്റും ഇതിലൊക്കെ പൈസ കിട്ടാനും, തൊഴിലാളി മുതലാളിയാവാനും, മുതലാളി വലിയ സമ്പന്നനാവാനും, അങ്ങനെ കുടുംബശ്രീ, കുടുംബത്തിന് ഐശ്വര്യം, ഉത്കൃഷ്ടമായ വളരെ ഗുണങ്ങളും, ധനലാഭങ്ങളും, സന്താന ലാഭങ്ങളും, പിള്ളേർക്കും സന്താനങ്ങൾക്കും ഐശ്വര്യവും, വധു നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ഭർത്താവ്, ബന്ധു ഇതൊക്കെ കിട്ടാനും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടത്താനും ഒക്കെ യോഗവും, കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന യോഗമൊക്കെയാണ് ശശമഹായോഗം. എന്നാൽ കണ്ടക ശനി എന്ന് പറയുന്നത് ദോഷവും കൂടെ ഉണ്ട്. ശനിയായി നിൽക്കുമ്പോൾ ശശിയോഗം ഉള്ളത് കൊണ്ട് വിവാഹവും ഭാര്യയും കുടുംബവും ഒക്കെ സ്നേഹിച്ച് ജീവിക്കുമെങ്കിലും കണ്ടക ശനി വന്ന ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കില്ല, ഭർത്താവ് പറയണ ഭാര്യ കേൾക്കില്ല,
ചെറിയ സൗന്ദര്യ പിണക്കങ്ങളെ കൊണ്ട് ജീവിതം താറുമാറാകാതെ സൂക്ഷിക്കണം. പിന്നെ വീട്ടിലുള്ള ഭാര്യയെക്കാളും അല്ലെങ്കിൽ ഭർത്താവിനേക്കാളും കൂടുതൽ സ്നേഹമാണ് നമ്മളെ ഫ്രണ്ട്സ് നമ്മളോട് കാണിക്കണമെന്ന് തോന്നും. പല ആൾക്കാർക്കും വീട്ടിലെ ചെറിയ കലഹം വരുമ്പോൾ, വീട്ടിലുള്ളവരുടെ വിരോധം വരുമ്പോൾ നാട്ടിലുള്ളവരുടെ സ്നേഹം കിട്ടണമെങ്കിൽ അവർ വഴിതെറ്റി പോകാനും യോഗമുണ്ട്. ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് കലഹിച്ച് വിട്ടുമാറി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. നമുക്ക് ആകപ്പാടെ ഉള്ളത് ഈ സ്നേഹവും നല്ല ഭാര്യയും നല്ല ഭർത്താവുമാണ്. നമ്മളെ സ്നേഹിക്കാൻ നാട്ടുകാരും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും ഉള്ള കുടുംബ ബന്ധങ്ങൾ തകർന്നു പോവാതിരിക്കാനുള്ള പ്രയത്നം, വിട്ടുവീഴ്ച, ക്ഷമ ഇതൊക്കെ നിങ്ങൾ കാണിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ പെടും. അവസാനം കുടുംബവും ബന്ധമൊക്കെ പോകുന്നത് സഹിക്കാൻ പറ്റില്ല. ജ്യോത്സ്യര് നല്ല ഭാര്യയെ കിട്ടും, ഭർത്താവിനെ കിട്ടും, ബന്ധം കിട്ടും എന്നൊക്കെ പറഞ്ഞെങ്കിലും ബന്ധം തെറിച്ചു പോയില്ലേ. പിന്നെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും കുടുംബത്തിന് ഏൽക്കുന്ന ആഘാതങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിക്കാനേ പറ്റും. അതുകൊണ്ട് ദീർഘമാംഗല്യ പൂജ, ഐശ്വര്യ പൂജ, തിങ്കളാഴ്ച തോറും ശിവനെ പോയി തൊഴുവണം, ഇതൊക്കെ ചെയ്യണം. എന്നാൽ രാഹു എത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടന്ന കുതിരയെപ്പോലെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ രാഹു എത്തി നിൽക്കുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടും. ഒരു ജോലിക്ക് പോകാനൊന്നും താല്പര്യം തോന്നും. ജോലി കിട്ടിയാൽ തന്നെയും ജോലിക്ക് പോകാൻ തോന്നില്ല. ജോലിയുള്ള ഒരാളിന് ഒരാഴ്ച പോയി എല്ലാ ജോലിയും ചെയ്ത് മുടുക്കനായിട്ട് വരും. പിന്നെ 3 ആഴ്ച ലീവ് എടുക്കാമെന്ന് തോന്നും, അല്ലെങ്കിൽ വീട്ടിൽ കയറി ഇരിക്കാമെന്ന് തോന്നും. പാമ്പ് മാളത്തിൽ ഇരിക്കുന്നത് പോലെ അലസന്മാരായിട്ട് മാറാനുള്ള യോഗങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പാമ്പിൻ്റെ ദോഷം ഒന്ന് മാറ്റണം. പാമ്പിൻ്റെ എട്ടിലുള്ള സ്ഥിതി സർവ ഐശ്വര്യത്തിനും മംഗലം, വിപത്തുക്കളും അപവാദങ്ങളും നമുക്ക് വീഴ്ച, ഒടിവ്, അപകടങ്ങളൊക്കെ ഉണ്ടാകാനും, ദാസന്മാർ കലപിക്കുവാനും, ആരെങ്കിലും മരിച്ചാൽ നമ്മളെ നിമിത്തമാണ് അവർ മരിച്ചു കളഞ്ഞതെന്ന് പറയാനും, അപവാദം കേൾക്കാനും ഒക്കെ സർപ്പത്തിനെ പോലെ വിരോധികൾ വർദ്ധിക്കാനൊക്കെ യോഗമുണ്ട്. അപ്പം നമുക്ക് ആ സർപ്പദോഷത്തിന് നാഗർക്ക് വഴിപാട്, 100 പാലും, അഭിഷേകങ്ങൾ, നാഗർക്ക് വേണ്ടിയുള്ള പൂജകളൊക്കെ ചെയ്യണം. നാഗരാജാവിനും നാഗയക്ഷിക്കും നാഗകന്യക്കും വഴിപാടുകളൊക്കെ ചെയ്യണം. അനന്തം വസുതി ശേഷ പത്മനാഭഞ്ച കമ്പള ധൃതരാഷ്ട്ര ശംഖുപാല കാളിയ തക്ഷക സദാ. അങ്ങനെ വിവിധ ഇനം വിവിധ ഇനം സർപ്പങ്ങളുണ്ട്. അനന്തം, വസുതി, കാർക്കോടകം, തക്ഷകൻ മുതലായ സർപ്പന്മാരെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തണം. പിന്നെ കൂടുതലും കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മദ്യപിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്തവർ, അതൊക്കെ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയും മയക്കുമരുന്നുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ തോന്നുകയും വാശി, വിരോധങ്ങളും ശത്രുതകളും അക്രമവാസനകളും തോന്നുകയും ഒക്കെ ഈ സർപ്പം എത്തി നിൽക്കുമ്പോൾ തോന്നും. അതുകൊണ്ട് സർപ്പത്തിൻ്റെ ദോഷത്തിന് പരിഹാരം ചെയ്ത് വാഹനങ്ങളോട്ട് നിൽക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് ദോഷങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലിരുത്തി ഉള്ള ജോലി പോവാതെയും കുടുംബ ബന്ധങ്ങൾ തെറിച്ചു പോവാതെയും സർപ്പദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ നിങ്ങൾ 0 ആയിട്ടിരിക്കുന്ന ആൾക്ക് 0 ആയിട്ട് തന്നെ വരാനുള്ള എല്ലാ യോഗങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. പിന്നെ ഒരു മനുഷ്യർ പറഞ്ഞാലും അനുസരിക്കാത്തതുമായ സ്വഭാവ രീതിയുള്ളവർ, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണോ അനുസരിക്കണോ എന്ന് വാശി പിടിക്കുന്നവരൊക്കെയാണ്. ഈ സമയത്ത് നിങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ വീട്ടിലുള്ളവർക്കും കൂട്ടുകാർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് അധികാര സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ അവർ ജോലി വരെ ഉപേക്ഷിച്ചിട്ട് പോവാൻ, മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യപണിയാനും, അവരുടെ വിരോധം സമ്പാദിക്കാനും, കള്ളക്കേസ് ഉണ്ടാകാനും ഒക്കെ സർപ്പത്തി നിൽക്കുന്ന സമയത്ത് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജ, ശത്രുന്മാരുടെ പൂജ ഇതൊക്കെ ചെയ്ത് ദോഷത്തെ മാറ്റാനുള്ള കഠിനമായ ഒരു പരിശ്രമം നടത്തി സർപ്പദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണം. പാമ്പ് കടി, പെപ്പറ്റി കടി, വിഷഭയം, തേനീച്ച, കടന്തൽ ഇതൊക്കെ കൊത്തി അപകടങ്ങൾ ഉണ്ടാകുന്നതും, വീണ് കൈകാലിയൊക്കെ ഒടിഞ്ഞ് പാമ്പഴയും കണക്കെഴിയുന്നതും, കോമ, സ്ട്രോക്ക്, പാരാലിസിസ് ഒക്കെ വരുന്നതും, അംഗവൈകല്യങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ സർപ്പത്തി നിൽക്കുന്ന കാലഘട്ടം വരും. അപ്പോൾ സർപ്പത്തിനെ നമ്മൾ നല്ല രീതിയിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്.
നാഗർക്ക് വഴിപാട് ചെയ്യണം. കാലസ്ഥ രാഹു കുളിരസ്ഥ മൃത്യു ജീവാതകസ്യ യമകണ്ഠകോപി. കാലനും രാഹുവും കൂടിയതിനൊക്കെ മൃത്യുവിനുണ്ടാക്കുന്ന ഗ്രഹങ്ങളാണ്. അപ്പോൾ കാലസ്ഥ രാഹു ആണ്. രാഹുവിനെ കാലനെ പോലെ കണക്കാക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാലഭൈരവ സ്വാമിയെ ദർശന വഴിപാട് പൂജയൊക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ്. പൂജകളും വഴിപാടുകളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അമാവാസിയിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. നമുക്ക് രാവിലെയുള്ള ഗണപതി പൂജ, 10 മണിക്കുള്ള മൃത്യുഞ്ജയ ഹോമം, 4 മണിക്കുള്ള യമരാജ ഹോമം, 5 മണിക്കുള്ള പതിനാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെയുള്ള അഭിഷേകങ്ങളും കലശ പൂജകളും ഒക്കെ കണ്ട് തൊഴുവാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഓരോരോ വിശേഷമായിട്ടുള്ള പാല്, തൈര്, നെയ്യ്, തിളഭം, കുങ്കുമം, മഞ്ഞൾ ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുള്ള അഭിഷേകവും അതിൻ്റേതായ പ്രത്യേക ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് നേർച്ചയായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾക്ക് ഈ സർപ്പത്തിൻ്റെ ദോഷം കൊണ്ടുള്ള വിനകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ടക ശനിക്ക് ശാസ്താവിനെ ഭജിക്കണം, ശിവനെ ഭജിക്കണം. 10 വേഴൻ നല്ല ജോലിയും അധികാരവും കിട്ടുന്നതാണ്. അതുകൊണ്ട് കിട്ടുന്ന ജോലിയും കാര്യങ്ങളും കളഞ്ഞിട്ട് വരാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾക്കും പിള്ളേർക്കും സമ്പത്തിനും എല്ലാവിധ ഗുണനന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.